उसी को देखता रहता हूँ. സച്ചിന് നീ ചെന്നൈ പോണെന്നിട്ട് പോയില്ല? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഒരു ഷോപ്പിൽ ജോലി കയറി. എവിടെ? TFCയില്. TFC നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? തെലങ്കാന ഫ്രൈഡ് ചിക്കൻ. അല്ല, തോമസ് ഫ്രൈഡ് ചിക്കൻ. അതേതാ? ഞങ്ങളന്ന് ഇവന്റെ കസിന്റെ കാര്യം പറഞ്ഞില്ലേ? അവന്റെ ആ കട. ഓ, ആ വണ്ടി എന്താ ഇത്? വണ്ടി വിട്ടോസ് തന്നെ കൊണ്ട് കൊടുത്തില്ലേ? മറന്ന എല്ലാം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് നടപ്പാട്ട്. നിങ്ങക്ക് വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി? പുറത്തോട്ടൊന്നും പോവാറില്ലേ? വീട്ടിൽ തന്നെ ഇരിപ്പാണോ? വീക്കെൻഡ് ആയിട്ട് നമ്മളെന്താ ക്ലീനിങ്ങും അലക്കലും ഉറക്കൊക്കെ ആയിട്ടങ്ങ് പോകും. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഒരു സിനിമയ്ക്ക് കണ്ടിങ്ങനെ ശാന്തി. ചിൽ മൂഡ്. എപ്പോഴും ഇങ്ങനെ അലക്കോണൊക്കെ ആയിട്ട് പോയാ മതിയോ? ഒന്നും ചെയ്യാനില്ലല്ലേ? ഭയങ്കര മടുപ്പാണെന്ന്. ഇവനാണെങ്കിൽ ജോലി, ഞാനാണെങ്കിൽ പഠിച്ച് മടുത്ത്. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പബ്ബിൽ പോവാന്ന് ഓർത്തപ്പോ അവിടെ കപ്പിൾ എൻട്രി മാത്രമേ ഉള്ളൂ. ഞങ്ങള് ഗേ കപ്പിളായിട്ട് പോയി നോക്കി, പൊക്കിയവന്മാര്. അല്ല, അഭിനയിച്ചു തെറ്റിപ്പോയതാണ്. നിങ്ങള് സൺഡേ ഫ്രീ ആണെങ്കിൽ നമുക്ക് പോയാലോ? കപ്പിളിനെ പോലെ അഭിനയിച്ച്. അല്ലടാ, അതെ. അല്ല, നിങ്ങക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാം. പിന്നെ ഫുഡിന്റെയും ഡ്രിങ്ക്സിന്റെയും കാശ് लेकिन ज्यादा ही खर्चा कर रहे हैं. പോവല്ലേ? വരാം. വരാം. ഞങ്ങളൊന്ന് ഇറങ്ങിയേക്കാം. പോവാണോ? പിന്നെ കാണാം. ശരി, കാണാം. ബൈ. ബൈ. ഫുഡിന്റെ പറഞ്ഞിട്ടാണ് ഈ പറയണത്. എന്തേ? എടാ, അവിടെ എത്ര ബില്ലാവും അറിയോ നിനക്ക്? ഏകദേശം എത്ര വരും? നിന്റെ ഒരു മാസം ശമ്പളം അവിടെ കൊടുക്കേണ്ടി വരും. സംസാരിക്കാൻ സാഹചര്യം ഉണ്ടാക്കിട്ടെന്ന് പറഞ്ഞോണ്ടല്ലോ പബ്ബി ചെന്ന് ഇമാതിരി മണ്ടത്തരങ്ങളെ വിളിച്ചാ. ഡാടാ, ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യാൻ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചാൽ നീ എന്റെ തലയിൽ കയറിയാലല്ല. നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല. സത്യമായിട്ടും ഞാൻ അടിക്കും. കൊടുക്കോ? ഓണാവന്റെ മാരാ ദോസ്തേ. आगे संडे भी. എടി, ഇന്നെങ്കിലും ആ ചെറുക്കൻ്റെ അടുത്ത് പറയണം കേട്ടോ നീ കമ്മിറ്റഡ് ആന്ന്. ഇന്ന് പബ്ബിൽ വെച്ചാണ് എന്നെ പ്രപ്പോസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ പറയാം. അമൽ ഡേവിസ് അവിടെ കിടന്ന് തുള്ളിച്ചാടുമായിരിക്കും. ഓ പിന്നെ ഞാനിപ്പോൾ ഹൈദരാബാദിൽ നവലോകപ്പടവുറുതി. എടി, നമ്മുടെ വാണ്ടർലസിന്റെ ഒരു ബൈനോക്കുലർ ഇല്ലേ? എടാ, ജനലിന്റെ അവിടെ നിന്ന് മാറിക്കിട്ട ആൾക്കാര് കാണും. ആൾക്കാരുടെ ബൈനോക്കുലറും വെച്ച് നോക്കിക്കല്ലേ കാണാം. उसी से देख रहे हैं. ആ, കാർത്തികേ. ആ എടാ, ചെറിയൊരു സീനുണ്ട്. അയ്യോ, എന്തേ നിങ്ങൾ വരില്ലേ? അതല്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ റൂംമേറ്റ് നിഹാരിക വരുന്നുണ്ട്. അത്രേ ഉള്ളോ? അതിനെന്താ വന്നോട്ടെ. അതല്ലടാ, അവിടെ കപ്പിൾ എൻട്രി അല്ലേ, അപ്പൊ എന്ത് ചെയ്യും? ഒരാളും കൂടെ വേണ്ടേ? അയ്യോ, किसको लेके जाएंगे अब साथ में? അമൽ ഡേവിസിന് 2 കാമുകയുണ്ടെന്ന് ആവശ്യമില്ല, നമ്മൾ ആദ്യം കൂട്ടിയാലോ എന്ന് ആലോചിക്കാം. അയ്യോ അയ്യോ, ആദിച്ചേട്ടനൊക്കെ വെറുതെ എന്തിനാ ഇപ്പൊ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് സാരമില്ല, ഞങ്ങൾ ഒരാളെയും കൂട്ടി വരാം. ഓക്കെ, ശരി. എന്താണ് किसे बुलाएंगे? നിഹാരിക. ഏതാണ്? ഈ പെണ്ണുമ്പിളക്കൊക്കെ വീട്ടിലിരുന്നാ പോലെ ഒരു മാപ്പിളിനെ സെറ്റ് ചെയ്യണോല. ചെയ്യാൻ പറ്റുന്ന ആരെ വിളിക്കോടത് ഇപ്പോ? ഒരുത്തനുണ്ട്, ആര്? മേരിയനിയുടെ മോൻ തോമസ്. പക്ഷെ പബ്ബിലോട്ടാണെന്ന് പറഞ്ഞ അവൻ വരൂല. പിന്നെ എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വരും. എടാ, മോൻ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അവനാണ് ഇൻട്രോവേർട്ട്. എനിക്കൊന്നും അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത ഇല്ല. പബ്ബ് പോയിട്ട് പബ്ജി എന്താന്ന് പോലും അവനെ അറിയുമെന്ന് എനിക്ക് ഡൗട്ട്. സയൻസ് എക്സിബിഷന്റെ മാത്ത് ഒളിമ്പ്യാഡ് എന്ന് വല്ലതും പറഞ്ഞ് വിളിക്കുക. ആരുടെ ചോറെങ്കിലും വിളിച്ചു വരുന്നവനാ. ഇതെന്താണിത്? ആള് കൂടിയില്ലേ, ഒരു എമർജൻസിക്ക് വേണ്ടി ചേർന്നാണ്. നീയൊക്കെ ഓരോന്ന് നിൽക്കുമ്പോ ആലോചിക്കണം.
ഞാൻ ഇവിടെ എന്താണ് ഇല്ലേ വാവിലുണ്ടതാ. चले तो गए എടാ നിങ്ങൾ പറഞ്ഞ ആളെന്തേ? വരൂടാൻ വെയിറ്റ് ചെയ്. नीचे बैठी हो नहीं आ रही ये वो तो शक्ल देख कर सीधा लग रहा है. वो पढ़ने लिखने वाला है उससे वाली आ रहे हैं. എടാ ഇത് സച്ചിൻ എന്റെ ഫ്രണ്ടാ. ഹായ് മച്ചാ. ഹായ് ബ്രോ. ഇതെല്ലാരും എന്റെ ഫ്രണ്ട്സാ. ഇതൊരു തോമസ്. ഇവിടെയാണോ ഒളിമ്പിയാഡ് उसको कुछ और ही बताया उन्होंने. മാത്ത് ഒളിമ്പിയാഡ് എന്ന് പറഞ്ഞിട്ട് ब्लैकमेल करके ले जा रहा है उसको. वो कितना खुश हो रही है. ये क्या करेगा वहाँ भी प्रॉब्लम सॉल्व करेगा. തോമസ് എന്താ കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ. Mind your business, lady. It's Pascal's triangle. It's the expansion of binomial theorem. उसको वही याद आ रहा है. ഒന്നുമില്ല. താങ്ക് യു. അല്ല അവൻ അടിക്കില്ല. ये क्यों पी रहा है? എന്റെ പൊന്നെ ഇങ്ങനൊന്നും അടിക്കല്ലേ, ഡേഞ്ചർ ആണ്. അല്ല എനിക്ക് ഇങ്ങനെ ശീലം. അയ്യോ പേടിക്കണ്ട കേട്ടോ, ഞാൻ അത്ര വലിയ കുടിയനൊന്നുമല്ല. എനിക്കെന്തിനു പേടി? ये कहाँ जा रहा है? അതല്ലേ ഇപ്പൊ? അല്ല വരാം. ഞങ്ങളൊന്ന് ഫിനിഷ് ചെയ്തിട്ട്. ആ, ഇതൊന്ന് നോക്കിയേക്കണേ. ഓ എടാ നീ അവള് പറഞ്ഞത് കേട്ടാ, ഞാൻ കുടിക്കുന്നതിലൊന്നും അവൾക്ക് വലിയ പ്രശ്നമില്ലാന്ന്. എടാ അതല്ല, നീ കുടിച്ച ചത്താലോ കുടിച്ച നീ എന്തായാലും സംസാരിക്കാൻ സെറ്റ് ചെയ്ത ആംബിയൻസ് ഉള്ളാട്ടാ. ഇവിടെ ഇരുന്ന് മനസ്സമാധാനായിട്ട് എങ്ങനെ മിണ്ടോടാ. ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ വന്നല്ല, വൈബ് ചെയ്യാൻ വന്നല്ലേ. നമുക്ക് അവരോടൊപ്പം ചില്ലിയപ്പാ. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്ന് എനിക്ക് അറിയാൻ പാടില്ലേ. ഇതൊരുമാതിരി പുകയും സൗണ്ടും. എടാ സൗണ്ട് ഒന്ന് കുറച്ചൊക്കെ പറഞ്ഞ DJ കാണിക്കണത്. വേറൊരു വഴിയുണ്ട്. നമുക്ക് കാർത്തികയുടെ അടുത്ത് നൈസായിട്ട് കാര്യം അവതരിപ്പിച്ചാലാ. കാർത്തികേ, എനിക്ക് റീനുനെ മതി. ചേടാ കാർത്തിക നമ്മുടെ കൂടെ ഉണ്ട്. പകുതി കാര്യങ്ങളും ഓക്കെയാണ്. അവൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ല കുട്ടിയാവള്. എടാ വാ. यहीं से അവന്മാരെന്താ ഇവിടെ പതുങ്ങിയിരിക്കുന്നെ? ചെല്ല് വരാൻ പറ. എടാ തേടിയവളി കാലി ചുറ്റി. ഡേ അവള് വരണ്ട്. നിങ്ങൾ എന്താ അങ്ങോട്ട് വരാത്തെ? എന്താ വരാത്തെ? വാ. കാർത്തിക ഇവിടെ ഇരിക്കൂ കുറച്ചേരം. എന്താ? കാർത്തികയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണ്ടേ. മനസ്സിലായി അമൽ ഡേവിസ്. ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ कुछ अलग ही मतलब निकाल दिया उसके. ഒന്നുമില്ലേ. ഓ ഓ ഓ ഇവിടെ കാർത്തിക കമ്മിറ്റഡ് ആണ്. ബൈ നോ വൺ കേസ്. പിന്നെ എന്താ സംസാരിക്കാനുള്ളത്? ഇവന്റെ ഒരു കേസാണ്. എന്ത്? ഇവന് റീനുവിനെ ഭയങ്കര ഇഷ്ടാണ്. ഏ? തുറന്നു ഭയങ്കര മടി. മഹാനാണക്കാരനാ. കാർത്തികനോടാവുമ്പോ എല്ലാം പറയാലോ. ഇപ്പൊ സംഗതി നേരെ ഉൾട്ടയല്ലോ. ഒന്നുമില്ല. ഇതിനാണ് ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഞങ്ങളെ പബ്ബിലോട്ട് കൊണ്ടുവന്നേ. ഇതവിടെ വെച്ച് പറയായിരുന്നില്ലേ? അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കി അപ്പൊ തന്നെ അടിച്ചേരില്ലേ? നോ. സച്ചിൻ എന്നിട്ട് UK പോക്കൊക്കെ എന്തായി? അത് ഒരു തവണയും കൂടി അപ്ലൈ ചെയ്താൽ കിട്ടും. എന്റെ സച്ചിനെ, നിനക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? 30 വയസ്സ് വരെയുള്ള പ്ലാൻ അവക്ക് ഇപ്പോഴേ ഉണ്ട്. കോളേജ് പഠിക്കുമ്പോ എന്തോ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അത് പൊട്ടിയതോടെ ഇനി നേരെ മാരേജ് മതി നിൽക്കുക അവള്. അതും അവളെക്കാളും പ്രായവും
പക്വതയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാള്. ये दोनों नहीं है. ഓരോരുത്തർ പറയുന്നിട്ട് UK പോകാൻ പ്ലാൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ചെന്നൈയിലോട്ട് പോകുന്നു, ആരോ പറയാനായിട്ട് ഗേറ്റ് കോച്ചിങ് കെട്ടിയെടുക്കുന്നു. നീ ആദ്യം നിന്റെ കരിയർ എന്താ തീരുമാനിക്കേ, എന്നിട്ട് പ്രേമിക്കാൻ നടക്കും. ഇതൊന്നും പറയണ്ട, രണ്ടുപേരും ഞങ്ങൾ താമസിക്കുന്നതിന്റെ അപ്പുറത്ത് വന്ന് താമസിക്കാം. ഇതൊക്കെ സ്റ്റോക്കിംഗ് ആണ്. സ്റ്റോക്കിംഗ് എന്താണെന്നറിയോ സച്ചിൻ? സ്റ്റോക്കിംഗ് എന്താന്ന് അറിയുകയും ചെയ്യും, അതിൽ പൈസ ഇട്ടിട്ടുണ്ട്. സ്റ്റോക്ക് അവളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരാളെ മാത്രമേ അവളെ ഡേറ്റ് ചെയ്യുള്ളൂ. നീ ഈ പറയണ കണ്ടീഷൻസ് ഒക്കെ ഒത്താണെങ്കിൽ ഒരാളെ എവിടെ നിന്ന് കിട്ടാനാണ്? അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഓഫീസ് തന്നെ ഉണ്ടെങ്കിലോ? आदि ആര്? ആരായിരിക്കും? ആദി? സി വിത്തിൻ 6 months വയ്യ, ബസ്. നല്ലൊരു കപ്പിളാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്താ തോന്നണേ? ഞാനിത് അവളുടെ അടുത്ത് സംസാരിക്കണോ? വേണ്ട, അവളോട് പറയണ്ട. സോറി. അമൽ, get a life man. നീ ഒരു 2 ബിയർ കൂടി പറ. എടാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുതലെന്തേ? തോമസേ, हाँ वही तो, वो कहाँ चले गया? തോമസേ, തോമസേ. ये इतना भी पी रहा. എന്റെ സച്ചിനെ, നിനക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? उसके दिमाग में वही बातें घूम रही हैं. കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയും. ओह, अब वो भी इमेजिन कर रहा है जो उसने बोला ही नहीं. हाँ. थॉमस. കിട്ടിയാലോ അടിച്ചെന്നിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. വന്ന് നീ ഹരികെ താനിവന് ഡ്രിങ്ക്സ് കൊടുത്തല്ലേ? എക്സ്ക്യൂസ് മീ. എടോ ഇവന് ഒന്നും അടിച്ച് ശീലൂല. അടങ്ങി നിന്നോളണം, മനുഷ്യരെ നാണം കെടുത്താനായിട്ട്. നീ സച്ചിനെ നോക്കിക്കേ, അവൻ തകർന്നിരിക്കാണ്, എന്നിട്ട് എന്ത് കൂളായിട്ടാണ് അവൻ കാര്യം. സച്ചിനവിടെ? സച്ചിനെന്തേ? ओह, कहाँ चले गए? സച്ചിനെ മോനെ. ये भी डांस करने लग गया. उसे डांस करना पसंद नहीं था. ओह, ഞാനും ജയനും തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ്. എന്റെ സച്ചിനെ, നീ बहुत पी रहा. എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? ഞാനങ്ങനെ കണ്ടിട്ടില്ല സച്ചിനെ. അപ്പൊ തന്നെ അടിച്ചേരല്ലേ? നോ നോ നോ. गिर गया. बस ये होने वाला था. Break.